Hi everyone, this is Ebin Say from Evika. ഇന്നത്തെ ആപ്പിൾ ന്യൂസ് എബിൽ നിന്ന് സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ കുറച്ചധികം പുതിയ അപ്ഡേഷൻസും ന്യൂസും നമുക്ക് പോകുന്നുണ്ട്. സോ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാം. ഇതേപോലെ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. തുടർന്ന് തന്നെ നമുക്ക് അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്ഡേഷനിൽ iOS 18.4 ഒരു RC റിലീസ് അഥവാ റിലീസ് കാൻഡിഡേറ്റ് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ RC എന്താണെന്ന് വെച്ചാൽ ഡെവലപ്പേഴ്സും അതേപോലെ ബെയ്റ്റ ടെസ്റ്റ് റൺ ചെയ്യുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. ആ ഒരു ഗ്രൂപ്പിലാണ് ഏറ്റവും ആദ്യം ഒഫീഷ്യൽ അപ്ഡേഷൻ്റെ ഓരോ സ്റ്റെപ്പുകൾ കൊടുക്കുള്ളൂ. ആ ഒരു സ്റ്റെപ്പുകളെല്ലാം കഴിഞ്ഞ് അവസാനത്തെ ഒരു ഘട്ടമാണ് റിലീസ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്ഷൻ കൊടുത്ത് ഇതിൽ ബഗ്ഗോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമാണ് പബ്ലിക്കിൽ ഈ പറഞ്ഞ അപ്ഡേഷൻ റിലീസ് ചെയ്യുള്ളൂ. സോ ഇപ്പോൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് യാതൊരു ബഗ്ഗൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ തന്നെ മിക്കവാറും iOS 18.4 നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു അപ്ഡേഷൻ നമുക്ക് പുതിയ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ കുറച്ച് ഇമോജീസ് നമുക്ക് വരുന്നുണ്ട്. സോ ഈ പറഞ്ഞ എല്ലാ അപ്ഡേഷനും അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും iOS 18.4 നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു അപ്ഡേഷൻ്റെ കാര്യം പറയുമ്പോൾ തന്നെയാണ് അടുത്ത ഒരു ഏറ്റവും വലിയ മേജർ അപ്ഡേഷൻ്റെ ഒരു ഇവൻറ്റും ആപ്പിൾ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. WWDC 2025 അഥവാ WW25 ആപ്പിൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുന്നത് ജൂൺ 9 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ച് രാത്രി 10:30 ആ ഒരു ഇവൻറ്റ് നമുക്ക് കാണാൻ പറ്റുക. ഈ ഒരു ഇവൻറ്റിൽ ആപ്പിൾ സംസാരിക്കാൻ പോകുന്നത് iOS 19, iPadOS 19, macOS 16, WatchOS 12 അങ്ങനെ എല്ലാ അപ്ഡേഷനും ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ആപ്പിൾ ഈ ഒരു ഇവൻറ്റിൽ കാണിക്കാൻ പോകുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ലാസ്റ്റ് ഇയർ WW24 ആപ്പിൾ ഇൻ്റലിജൻസ് കാണിച്ച പോലെ ഈ പറഞ്ഞ WW25 കാണിക്കാതിരിക്കണം. അറ്റ്ലീസ്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ആപ്പിളിനെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. എന്തിന്? ഫ്രോഡ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന ഫേക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന ഒരു കേസ് വന്നിട്ടുണ്ട്. iPhone 16ഉം 16e അതേപോലെ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ ആപ്പിൾ നല്ല രീതിക്ക് പ്രൊമോട്ട് ചെയ്തു. പക്ഷേ ഇപ്പോഴും ആപ്പിളിന് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫോൾസ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കാണിച്ച് ആൾക്കാരെ പ്രവോക്ക് സാധനം വാങ്ങിച്ചു എന്നുള്ള കേസ് ആപ്പിളിന് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വേറെയുള്ള പരിപാടികളൊക്കെ ചെയ്ത് വെറുതെ തോളത്ത് വേണ്ടത്ത പ്രശ്നമൊന്നും എടുത്തു വെക്കണേക്കാട്ടും നല്ലത് കറക്റ്റ് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് കറക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിലാക്കിയിട്ട് മാത്രം ദൈവത്തോർത്ത് ഈ പറഞ്ഞ iOS 19 കൊണ്ടുവരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പണിയാണ്. ആപ്പിൾ എന്തൂസിയാസ്റ്റ് ആണ് അല്ലെങ്കിൽ ആപ്പിൾ കോണ്ടന്റ് ക്രിയേറ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മയത്തേക്കും ആൾക്കാർ കുറേ പേര് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന എംപുരാൻ സിനിമ റിലീസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസ് റിലീസിൽ കുറേ അധികം ആൾക്കാർ പറഞ്ഞാണ് ഐഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. അഫ്കോഴ്സ് ഐഫോൺ വീഡിയോയിൽ കുറേ അധികം ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്. സിനിമ കാണുമ്പോൾ നമുക്ക് ഐഫോൺ വീഡിയോസ് എടുക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എവിടേക്കാണ് എന്തൊക്കെയാണ് ഈ പറഞ്ഞ വൈഡ് ആംഗിൾ ഷോട്ട്സുകളൊക്കെ എടുത്തേക്കണം. എനിക്ക് ഫീൽ ചെയ്തു അത് ഈ പറഞ്ഞ എംപുരാൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഈ പറഞ്ഞ പടം മൊത്തമായിട്ട് ഈ പറഞ്ഞ ഐഫോണിലല്ല ഷൂട്ട് ചെയ്യുന്നത്. ചില പെർട്ടിക്കുലർ ഷോട്ടുകൾ വൈഡ് ആംഗിളൊക്കെ കിട്ടാൻ വേണ്ടി ചില റണ്ണിങ് ഷോട്ടുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗോപ്രോയും അതേപോലെ ഐഫോണൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ ഐഫോൺ ഇസ് ദ ഓൺലി ഡിവൈസ് ദാറ്റ് ഈസ് കേപ്പബിൾ ഫോർ ടേക്കിംഗ് ഗുഡ് വീഡിയോസ്. ഈ പറഞ്ഞ ആൻഡ്രോയിഡിലും അതേപോലെ ഷവോമിയും കുറേ അധികം ഫോണുകളിൽ ക്യാമറ അപ്ഡേറ്റ് ചെയ്യുക അതേപോലെ ക്യാമറ ഫീച്ചേഴ്സും കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ വീഡിയോ കോട്ടാക്കും അതേപോലെ വീഡിയോയുടെ കളർ ക്വാളിറ്റിയും കളർ ഗാമ ബിറ്റ്സും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ഒരു ഡിവൈസ് ഇപ്പോൾ ആസ് ഓഫ് നോ മാർക്കറ്റിലുള്ളത് ഐഫോൺ മാത്രമാണ്. അതും പ്രോ സീരീസിൽ മാത്രമാണ് നമുക്ക് S-Log അതുപോലെ പല കാര്യങ്ങളും ലഭിക്കുക. എന്തിനാണ് ഈ S-Log എടുക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഈ പറഞ്ഞ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാവരും പ്രോ സീരീസ് എടുക്കുന്നത്? വേറെ കൊണ്ടല്ല, കളർ ഗ്രേഡിങ്ങും കളർ ആക്യൂറസിയും കളർ ഗാമ ബിറ്റ്സും അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ S-Logലുണ്ട്. അതും വെറുതെ ഒരു ഡൂപ്ലി S-Log അല്ല. S-Log എന്ന് പറഞ്ഞാൽ ഈ കളർ കോമ്പിനേഷൻ അല്ലെങ്കിൽ കളർ ഗ്രേഡിങ് യൂസ് ചെയ്യുന്ന ഒരു ഫോമാറ്റാണ് S-Log എന്ന് പറയുന്നത്. സോ ഈ പറഞ്ഞ ഓപ്ഷൻസ് നല്ല ബിറ്റ് റേറ്റ്സിൽ നമുക്ക് വീഡിയോ എടുക്കാം. കളർ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓസ്കാർ ലെവൽ കളർ ഗ്രേഡിങ്ങിൻ്റെ ഒരു അക്രഡിറ്റേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ലെവൽ ഉണ്ട്. ആ ഒരു ഗ്രേഡ് കഴിഞ്ഞ ഡിവൈസ് മാത്രമാണ് അത്യാവശ്യം നല്ല രീതിക്കുള്ള ക്വാളിറ്റി ഡെലിവറി ഉള്ളൂ. സോ ഐഫോൺ ഈസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിവൈസ് യു ക്യാൻ പർച്ചേസ് ഫോർ വീഡിയോഗ്രാഫി. സത്യമായിട്ടും നിങ്ങൾ വീഡിയോഗ്രാഫി ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യു ക്യാൻ ബ്ലൈൻഡ്ലി ടേക്ക് iPhone 15 or 16 Pro സീരീസ്. 14 ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ S-Log ഒക്കെ ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത് 15 Pro ഓർ ലേറ്റർ പ്രോസ് ആണ്. അതുകൊണ്ട് തന്നെ
ഈ പറയുന്ന ഫോട്ടോഗ്രാഫി ഞാൻ അധികം ഐഫോണ് ഹൈപ്പ് ചെയ്ത് പറയില്ല, അല്ലെങ്കിൽ ഐഫോൺ അത്രയും അടിപൊളി ഞാൻ പറയില്ല. ഐഫോൺ കുറേ അധികം ഫോട്ടോഗ്രാഫിക്ക് ഡൗൺ സൈഡ് ഉണ്ട്, പക്ഷെ വീഡിയോഗ്രാഫി ഈസ് ഓൾവേസ് ബെറ്റർ. അതോടൊപ്പം നമുക്ക് ലെൻസിൻ്റെ ഗ്ലെയറുകളും ബാക്കി കാര്യങ്ങളും ഇപ്പോഴും ഐഫോണിൽ വരുന്നുണ്ട്. സോ അതൊക്കെ തടയാൻ നമുക്ക് ഫിൽറ്റേഴ്സ് ഉണ്ട്. അതേപോലെ ഫൈനൽ കട്ട് ക്യാമറ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഫൈനൽ കട്ട് ഫ്രീ ആണ്. ഈ പറഞ്ഞ ഫൈനൽ കട്ട് ക്യാമറ യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ്പോഷർ, അതേപോലെ അപ്പറേച്ചർ, നമ്മുടെ ഡിവൈസിൻ്റെ ഷട്ടർ സ്പീഡ് ഇതെല്ലാം കൺട്രോൾ ചെയ്യാം. സോ ഒരു പ്രൊഫഷണൽ വൈസ് എടുക്കുന്ന ഒരാൾക്ക് വീഡിയോസിന് നല്ല രീതിക്കുള്ള ആ ഒരു മാനുവൽ കൺട്രോൾ നിങ്ങൾക്ക് ലഭിക്കും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫൈനൽ കട്ടിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഫൈനൽ കട്ട് യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇപ്പം മാക്ബുക്ക് ആയിക്കോട്ടെ, അതേപോലെ ഐപാഡ് ആയിക്കോട്ടെ, 2 ഡിവൈസ് യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്കും ആപ്പിൾ ഇൻ്റലിജൻസിനെ കുറിച്ച് അപ്ഡേറ്റ്സും ഈ പറഞ്ഞ സോഫ്റ്റ്വെയർസിൽ വന്നിട്ടുണ്ട്. ഫൈനൽ കട്ട് യൂസ് ചെയ്യുന്ന ഐപാഡ് യൂസേഴ്സിനും അതേപോലെ മാക്ബുക്ക് യൂസേഴ്സിനും പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. എന്തായാലും ചെക്ക് ചെയ്യുക. അതോടൊപ്പം ഫൈനൽ കട്ട് ക്യാമറയിലും കുറച്ചധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. ആപ്പ് സ്റ്റോറിൽ പോയി നിങ്ങൾക്ക് അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഉറപ്പ് വരുത്തുക. അതോടൊപ്പം അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് എയർപോഡ് മാക്സ് 2nd ജനറേഷൻ യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്കാണ്. ഈ പറഞ്ഞ 2nd ജനറേഷൻ എന്നാൽ USB-C വെച്ചിട്ടുള്ള എയർപോഡ് മാക്സിൻ്റെ ആ ഒരു യൂസേഴ്സിന് അവർക്ക് ഒരു പുതിയ അപ്ഡേഷൻ അല്ലെങ്കിൽ ഫേംവെയർ അപ്ഡേറ്റ് വരുന്നുണ്ട് എലോങ് വിത്ത് iOS 18.4. ഈ ഒരു അപ്ഡേഷൻ വരുമ്പോൾ അത്യാവശ്യം നല്ല ബിറ്റ് റേറ്റും അതേപോലെ ലോസ്ലെസ് ഓഡിയോ സപ്പോർട്ടും ഈ പറഞ്ഞ യൂസേഴ്സിന് വരുന്നുണ്ട്. ഇതെന്തിനാണ് ഈ പറഞ്ഞ ഓപ്ഷൻ കൊണ്ടുവരുന്നത് വെച്ചാൽ മ്യൂസിക് ഇൻഡസ്ട്രി അല്ലെങ്കിൽ മ്യൂസിക് ലവേഴ്സിന് നല്ല രീതിക്കുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും ഈ ഒരു ഡിവൈസിൽ ഇനി മുതൽ ആഫ്റ്റർ iOS 18.4ൻ്റെ അപ്ഡേറ്റിന് ശേഷം ലഭിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ USB-C to 3.5mm ഒരു ഓഡിയോ വയറും കൂടെ ആപ്പിൾ ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആപ്പിൾ സ്റ്റോറിൽ പോയാൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും, വയറും ഹെഡ്ഫോൺസും. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കുറേയധികം പുതിയ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളുമായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഈസ് Bin Xavier signing from Evica.